ഹലോ. ഹലോ. നീ ഇത് എവിടെയാടാ ഉള്ളത്? എടി ഞാൻ അവിടെ നിന്നിട്ട് വരുന്നത് നീ കണ്ടിട്ടില്ല? ഇല്ല, ഞാന് ഇത് ഫോൺ നോക്കിയിരിക്കുന്നല്ലേ. ഫോൺ നോക്കിയിരിക്കാനെ ഞാൻ വിചാരിച്ചു നീ എന്റെ പുറകെ തന്നെ വരുമെന്ന്. എടി ട്രെയിനിന്റെ ബാത്റൂമിന്റെ അകത്താവുള്ളേ. നമ്മളെ തൊട്ടടുത്ത തന്നെയുള്ള ബാത്റൂമില്ലേ, ആ നമ്മൾ ഇരുന്നതിന്റെ ബാക്ക് സൈഡില്. ആ ഞാൻ അതിനകത്താവുള്ളേ. നീ അതെ. ഇങ്ങോട്ട് വാ. അല്ല, അതിനെന്നാ നീ ബാത്റൂമിൽ പോയത്? എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അങ്ങോട്ട് വരാനാണ്. എടി, നീ അങ്ങോട്ട് വന്നാ ആകെ കയ്യിൽ നിന്ന് പോവും. എന്നാ കാര്യോ? കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. എടി മണ്ടൂര്, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇങ്ങനെ തട്ടിമുട്ടിയാട്ടി ഇരിക്കണ്ട, പണി പാളൂന്ന്. ഞാൻ പണി പാളി. അല്ല, പിന്നെ ഞാന് ഈ ഡ്രസ്സെല്ലാം പിന്നെ എവിടെ പോകുമ്പോ ഉപയോഗിക്കാനാ? നീ ഡ്രസ്സ് ഉപയോഗിച്ച, പക്ഷെ നിന്റെ എന്നാ വേണ്ട എല്ലാം പുറത്ത് ചാടിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ വരണമായിരുന്നു. നീ ഇങ്ങോട്ട് വാ. ബാക്കിയില്ല, നീ ഇവിടെ വന്നിട്ട് പറയും വരുവാ. അതിങ്ങനെ ഇങ്ങനെ ഇപ്പം വരുവാ? ഞാന് രണ്ടാളെയും കാണാണ്ടിരിക്കുമ്പോ ആള് വിചാരിക്കൂലേ? ആൾക്കാരോട് പോകാൻ പറയാ. എന്നാലും ഉറങ്ങൂല്ലേ ഇന്ന്? ഇത് ബുക്ക് ചെയ്തിട്ട് അല്ല, നീ ഉറങ്ങാനും സമ്മതിക്കൂല. എനിക്ക് അതിന് അമ്മമാരെല്ലാം ഉറങ്ങുന്നതല്ലേ. അതല്ലേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ പിന്നെ എന്റെ അതൊന്നും എനിക്ക് വരും. ചിലപ്പോ എനിക്ക് ഫോൺ നോക്കും. ഉറങ്ങുന്ന നീയാണോ ഫോണും നോക്കിയിരിക്കുന്നത്? പിന്നെ ഇത് ഫോണ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഉറക്കം വന്നാ അങ്ങ് ഉറങ്ങും. നിന്നെ കാണാനിട്ടില്ലേ? ഇനിയിപ്പം സമയത്രയും അറിയാം, 2 മണിയായി. ഇപ്പൊ നേരം വിളിക്കാറായി. നീ അല്ല, പോവാല്ലേ? നീ ഇതെന്തിനീ പൊക്കി പിടിച്ച്? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് ഫോൺ നോക്കിയിട്ട് ഉറക്കം വരുന്നില്ല. എനിക്ക് നിന്നെ നോക്കിയിരുന്നിട്ട് നോക്കുമ്പോ എന്റെ മൂടെല്ലാം മാറി. എനക്ക് തോന്നീനി നിന്റെ കൂടെ വരുമ്പം തന്നെ. എന്ത്? അല്ല, ഇത് ഇങ്ങനെ ഉണ്ടാവും. ഒന്നിക്കല് നീ എന്റെ ബർത്തിൽ കയറി തൊട്ടൊക്കെ ഞാൻ അവിടെ വന്നിട്ട് ആരും അറിയത്തൊന്നുമില്ല. ഏറ്റവും മുകളിലല്ലേ. നീയിപ്പോ എന്നാ പിന്നെ അതെല്ലാം അങ്ങ് തീർത്തിട്ട് വാ. അതെ, ഒറ്റക്കാർക്ക് കമ്പനി നിന്നെ വിളിക്കണം. എനിക്കറിയില്ല ഇതൊക്കെ. എടാ ഇത് ഉം അല്ല, നിനക്ക് അങ്ങനെ കളയാൻ പറ്റൂലേ? പോയാ അങ്ങനെ കളയാൻ പറ്റൂല. കളയാൻ പറ്റാതെ നിൽക്കും. വേഗം ട്രെയിനിന്റെ ആട്ടം കൊണ്ട് മൊത്തം കയ്യിൽ നിന്ന് പോകും. എന്നാ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് സമയം അവിടെ നിൽക്ക്, ഞാൻ വരാം. എടി അങ്ങനെ നിക്കാൻ പറ്റൂല. നീ എന്നിട്ട് പിന്നെ നീ വരൂല, എനിക്കറിയാം. എല്ലാവരും കാര്യം ചെയ്യും. ഞാൻ എങ്ങനെയും അങ്ങോട്ട് വരാം. മുകളിൽ കയറി എന്റെ പുറത്ത് കയറി കിടക്കുമോ നീ? അപ്പുറത്തന്നെ ആളില്ലേ? അവൻ നല്ല ഉറക്കാന്ന്. നീ നമ്മളെ തൊട്ടപ്പുറത്തെ പറത്തിന്റെ അവിടുന്ന് രണ്ടാൾക്കാര് കുണുകുണുമാക്കുന്ന നീ ആ വള്ളി ഇതന്നെ ചെയ്യുന്നു പരിപാടി. ഒരേ കളി തന്നെയാ തോന്നുന്നു ഫോണും വെച്ചിട്ട്. അല്ല, ഈ ബർത്ത്ഡേ മേലെ കേക്ക് കിടന്നിട്ടേ ഇങ്ങനെ തന്നെ വേണോ? ഓക്കെ, ബസ്സിന്റെ മേലെ കയറി കിടന്നാൽ മതി. ബാക്കിയൊക്കെ ട്രെയിൻ നോക്കിക്കോളും, നമ്മളൊന്നും ചെയ്യണ്ട. ഒരു ബെഡ്ഷീറ്റ് വരെ എടുത്തിട്ടില്ല. ഓ, ഇതിനൊക്കെ എന്തിനാ ബെഡ്ഷീറ്റ്? പിന്നെ അല്ലാണ്ട് എന്തിനാ ബെഡ്ഷീറ്റ്? നീ പോയാ നിന്റെ കൂടെ മേടിക്കാൻ നീ എന്തെന്നാണ്? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടുമെങ്കിൽ ഞാൻ വരുള്ളൂ. ഇതിന്റെ അച്ഛനെ കൂട്ടിട്ട് പോകാറില്ല. പൊട്ടം മാമന് അല്ല, എനക്കും താല്പര്യമെങ്കില് ഇവിടെ വെച്ചിട്ട് എങ്ങനാ? അവിടെ വെച്ചിട്ടില്ല. എന്നാ പിന്നെ ഇങ്ങോട്ടോ. ഇവിടെ ആരെങ്കിലും ഇതിനകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ എന്താ പണി പോകണം? ആരും വരില്ല. വല്ലവർക്കും നീ അവിടെ ലോക്കിട്. ഞാനേ ലോക്കിടാനോ? അല്ല, ഡോറിന്റെ ലോക്കാടിയിട്ട് ഞാൻ വരുന്നു. പോയാൽ ലോക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ലോക്കിട്ടിട്ട് ഇപ്പൊ ഉള്ളേ എത്ര നേരം അതിന്റെ അകത്ത് ഇരിക്കും? തുറക്കണ്ട. അതല്ല, നീ ഒരു സോഫ്റ്റ് ആയിട്ട് പറ. നീ പേടിപ്പിക്കലാണോ? ഇല്ല, സോഫ്റ്റ് ആയിട്ടില്ല. അല്ല, എനക്ക് പേടിയായിട്ടല്ലേ. എന്ത് പേടി? ഞാൻ വിചാരിച്ചു എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നീ വേഗത്തന്നെ വരുന്നുണ്ട്. എത്ര നേരം ഞാൻ പതുക്കെ വരുമായിരിക്കും. ഒന്നും എത്തുന്നില്ല. അതെല്ലാം വിളിച്ചോ.
അങ്ങനെ ഇതായ ഏ അല്ല അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലായ എന്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലായോന്ന്. ഇനിയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്താ പോകേണ്ടടുത്ത പോകുമെന്ന് പറയും. ശരി. കളിക്കണ്ടേ സംഭവം ഉം. ഈ മറ്റേ ഫോണിൽ കളിക്കുന്നു. അല്ലയാ അതുണ്ട്. അന്റെ ഡ്രസ്സെല്ലാം ഇത് അൾക്കാവൂലേ? പണിയുണ്ട്. ഇല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്കൊരു മൂടുമായിട്ടില്ല, ഒരു പണിയുണ്ട്. എന്നാ നീ വന്നിട്ട് ഒന്നങ്ങ് തിന്നാ മതി. ഡ്രസ്സൊന്നും അൾക്കാക്കറി. ഇതുവരെ തിന്നാ മതിയാ? അതൊരു തരുവാ? ഡ്രസ് എടുക്കാതിരിക്കാൻ ഒറ്റ പണിയുള്ളൂ. തിന്നോ അങ്ങനെയുണ്ട്. പിന്നെ കളി തുടങ്ങിയ പിന്നെ ജയിക്കാണ്ട് നിർത്തുന്ന പരിപാടിയില്ല. ഒരേ ജയിക്കലില്ല, പിന്നൊന്നുമില്ല. നീ ചുമ്മാടെ വന്നിട്ട് ബാക്കിയൊക്കെ നീ ഒന്നും ചെയ്യണ്ട, ട്രെയിൻ ചെയ്തോളൂ. നല്ല നല്ല കുലുക്ക. പെട്ടില്ല എന്നല്ല, പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല, പോവും. ഞാനിപ്പോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ. അങ്ങനെ നിക്കാൻ പറ്റൂല. എന്താ നീ എടുത്തിരുന്നിട്ട് അമ്മ കാണിച്ചിട്ട് പിന്നെ അനക്ക് നടന്നിട്ടങ്ങ് എത്തണ്ടേ? ട്രെയിനിന്റെ അകത്തന്നെയല്ലോ, അല്ലാണ്ട് കാസർഗോഡൊന്നുമല്ലല്ലോ. അതല്ല, എന്നാലും ഞാൻ വിചാരിച്ചു നീ കാസർഗോഡ് നിന്ന് ട്രെയിൻ കയറിയിട്ടില്ല. ഞാൻ മാത്രമേ കയറിയിട്ടുള്ളൂ. അവിടുന്ന് ഇത് രണ്ട് എന്നാ കൂടി ഒരു മറ്റൊന്നാലും ഉറങ്ങിയിട്ടില്ലായിരുന്നു. നല്ല ഉറക്കാണ്. നീ എഴുന്നേൽക്കുമ്പോ അടുത്തന്നെ തട്ടിപ്പോയിരുന്നു. പിന്നെ നമ്മളെവിടെ നോക്കിയാൽ നിന്റെ പുറകെ ഇറങ്ങിയിട്ട് വരണ്ട. എല്ലാം സാധനങ്ങളായിരിക്കും. തലവൊക്കി നോക്കണം. നീ അവന്മാരെയും കൂടി ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കല, അവന്മാര് പുറകെ വരുന്നില്ല. ഇതിന് യഥാർത്ഥ കാരണക്കാരത്തി തന്നെയാണ്. നിന്നോട് പറഞ്ഞു ഈ പാതിരാത്രി മാതിരി സാധനം ഇട്ടിട്ട് ഇങ്ങനെ എന്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. ഇങ്ങനെയാണെന്ന് ഞാനും അറിയില്ലല്ലോ. ഇല്ല, എന്താ ഞാൻ മനസ്സിലാവുന്നല്ലോ. കളിക്കാനുള്ള മൂടിങ്ങനെ വരുന്ന സമയമായി രാത്രി. ഞാൻ കളിക്കണം അല്ലേ? എനക്കും മൂടെല്ലാം ഉണ്ട്, പക്ഷേങ്കില് സാഹചര്യം ഇതന്നെയല്ലേ ഏറ്റവും വലിയ സാഹചര്യം. രാത്രി നമ്മൾ ട്രെയിന് നമുക്ക് എങ്ങനെ വേണ്ടെങ്കിലും കളിക്കാൻ പറ്റിയൊരു സംഭവമൊന്നുമല്ലല്ലോ. നീ അധികം സംസാരിക്കണ്ട, ഞാൻ വരാണ്ട് കുറെ നേരമായി. വരാന്നോട്ട് ഫോണ് വെച്ച് അങ്ങനെ തന്നെ വെച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഫോണ് ചെവിയിൽ വെച്ചോണ്ടും പോയി ആരോട് സംസാരിച്ചിരുന്ന അപ്പൊ ഇതും കൂടി പറ. അങ്ങനെ എന്താ ഇതിനകത്ത് അത്ര സൗകര്യമുള്ളൂ. അത്ര സൗകര്യം മതി, എനിക്കതല്ലേ വേണ്ടു. എനിക്ക് അത്ര ആവശ്യമുള്ളൂ. എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ ഡ്രസ് ചീത്തയാവുന്നില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കളി നടത്താം. കളിക്കാനുള്ള എല്ലാ സ്പേസും കൂടി ഉണ്ട്. ശ്രദ്ധിച്ച് കളിക്കണം. ശ്രദ്ധിച്ച് കളിക്കണം, അല്ലെ കാലങ്ങ് പോവും. അതുകൊണ്ട് കളിക്കണം നീ ആലോചിച്ചു. നീ വെറുതെ വിടുവൊന്നുമില്ലല്ലോ, രണ്ട് ചെയ്യേണ്ടി വരില്ലേ? അതായത് നന്നായി. ഓക്കെ, പെട്ടെന്ന് ഫോണ്